നമ്മളെന്തായാലും സൂപ്പർ സ്റ്റാർ സീനിയറിൽ ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട്. നമുക്ക് എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറിനെ തിരഞ്ഞെടുക്കുള്ളൂ. അതെ. അപ്പൊ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതില് നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. എം ജി സാറിന് ഇല്ല, എനിക്ക് അങ്ങനെ പ്ലേലിസ്റ്റ് ഇല്ല. ഉണ്ടാക്കണം അല്ല, sir. ഒരിക്കലും ഇല്ല. കാരണം എത്ര പാടിയിരിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സാധാരണഗതിയിൽ എല്ലാ പാട്ടുകാരും ഇപ്പം ചിത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ്, സ്ഥലം, സമയം, പ്രൊഡ്യൂസർ, കമ്പനി, അങ്ങനെ മൊത്തം ഡീറ്റെയിൽ എഴുതിയിട്ട് പാട്ട്, ഇത് പാടിയ സമയം, അതൊക്കെ എഴുതും. അത് ഒരു ബുക്കുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സാധനമില്ല. ഈ പേപ്പർ പാടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇട്ടിട്ട് പോകും. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടേ ഇല്ല. അങ്ങനെ എണ്ണരുത് എന്നാണ് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു തന്നത്. പാടിക്കൊണ്ടേ ഇരിക്കണം, അല്ലാതെ നമ്മൾ എണ്ണരുത്. അതുകൊണ്ട് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടപ്പെട്ടാണ്. അയ്യോ, നമുക്കങ്ങനെ സ്വന്തം സോങ്സിൻ്റെ പ്ലേലിസ്റ്റ് അങ്ങനെ ഇല്ല മോളെ. പറഞ്ഞ പോലെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ യൂട്യൂബിൽ ഇളയരാജ ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 10-30 പാട്ടുണ്ടാവും. അല്ലെങ്കിൽ ജോൺസൺ മാഷ് ഹിറ്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ ചേട്ടൻ്റെ എം ജി ശ്രീകുമാർ ഹിറ്റ്സ്, ശരത്തേട്ടൻ ഹിറ്റ്സ്, ദാസേട്ടൻ ഹിറ്റ്സ്, അതുപോലെ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ ആർ ഡി ബർമൻ ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതങ്ങനെ ഒരു ഡെഫിനറ്റ് പ്ലേലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഒരു ജൂക്ക് ബോക്സ് അങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങനെ കിടക്കും. ഒന്ന് നമ്മൾ സ്വന്തം പാട്ട് നമ്മളത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസായി കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടിന് വിടുന്നതാണ് നല്ലത്. പക്ഷേ ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഇത്രയൊക്കെ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സലിൽ ദ ഹിറ്റ്സ് ആണ്. എൻ്റെ ജീവൻ്റെ ജീവനാണ് സലിൽദയുടെ പാട്ടുകൾ. അത് വന്നു കഴിഞ്ഞാൽ മതി, എനിക്ക് ആഹാരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ജീനിയസ്. ഇപ്പോഴത്തെ കമ്പോസേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ്. ഒന്ന് ഒരു ഭാഗത്ത് പ്രൊഡ്യൂസർ, ഒരു ഭാഗത്ത് ഡയറക്ടർ, ഒരു ഭാഗത്ത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഷറോട് പ്രഷറാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് സമാധാനത്തിൻ്റെ ഈ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ജൂക്ക് ബോക്സ് എടുത്ത് വെച്ചിട്ട് പ്ലേ ചെയ്തിട്ട് അങ്ങനെ കിടക്കും. അതാണ് അതിൻ്റെ ഒരു രസം. അല്ല, ഇപ്പൊ എം ജി സാർ സലീൽദ പറഞ്ഞ പോലെ അങ്ങനെ ഷാനിക്കുണ്ടോ? എനിക്ക് ജോൺസൺ മാഷിൻ്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. എപ്പോഴും ജോൺസൺ ഹിറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബിലുള്ള ആ ഒരു ജൂക്ക് ബോക്സ് ഉണ്ട്. അത് ഒരുപാട് ജൂക്ക് ബോക്സ് ഉണ്ട് കേട്ടോ. ജോൺസൺ ഹിറ്റ്സ് വോളിയം 1, വോളിയം 2 കാരണം എന്തോരം പാട്ടുകളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പറയാം, എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് തന്നെ, മോസ്റ്റ് ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് തന്നെ ജോൺസൺ മാഷിൻ്റെ പാട്ടാണ്, നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പിലെ പാട്ട്. അപ്പോൾ അതിനേക്കാളും വലുത് വേറൊന്നുമില്ലല്ലോ. അതാണ് ആ പാട്ട്, പവിഴം പോൽ. എനിക്ക് പവിഴം പോലെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഉള്ളൂ. 10,000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പവിഴം പോലെ കഴിഞ്ഞിട്ട് എനിക്ക്. അത് മാത്രം പറയല്ലേ, 10,000 എന്ന് പറയും, 10,000. അപ്പോൾ പവിഴം പോലെ കഴിഞ്ഞിട്ട് എനിക്ക് ലോകത്തൊരു പാട്ടുള്ളൂ. അപ്പം അതാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പ്ലേ ചെയ്യുന്നത് ജോൺസൺ മാഷിൻ്റെ പാട്ടുകളാണ്. അതായിരിക്കും എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. ശരത് സർ എന്തോ രാജാ സാർ ആണോ? അത് ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ ഞാൻ കേൾക്കുന്ന പാട്ടുകളെല്ലാം പഴയതാണ്. ലെജൻസിൻ്റെ എത്രയോ പേര്, ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ്, അർജുന മാഷ്, സലിൽദ. പിന്നെ രാജാ സാർ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് എനിക്ക്. ഞാൻ ചെയ്ത പാട്ടുകൾ ഞാൻ കേൾക്കാറേ ഇല്ല. കാര്യം എനിക്ക് നമ്മളൊരു കോമ്പസിഷൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെളിയിൽ വരുമ്പോൾ എനിക്ക് അതിൻ്റെ ചിലപ്പോൾ എനിക്ക് മാത്രം മനസ്സിലാവുന്ന ചില തെറ്റുകൾ കാണും അതിൽ. അപ്പോൾ അത് ചിലപ്പം ഈ കോഡ് പ്രോഗ്രഷൻ അല്ലെങ്കിൽ വേറെ ഒരു റൂട്ട് പിടിക്കാനും അതിൻ്റെ ബേസ് ലൈൻ വേറെ ആക്കാമായിരുന്നു എന്നൊക്കെ അങ്ങനെയുള്ള എന്നെ വേവലാതിപ്പെടുത്തുന്ന ഐറ്റങ്ങൾ വരുമ്പോൾ ഞാനത് കേൾക്കാറില്ല. അപ്പം പിന്നെ ഇനിയും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടൊരു പാട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു അതിലേക്കൂടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ ഒരു പാട്ടും അങ്ങനെ ഒരു തൃപ്തിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വേറൊരു കാര്യം. അല്ല, സത്യം, ദൈവത്തിനാണ് സത്യം. ഇത് എൻ്റെ ഒരു കമ്പോസർ എന്നുള്ളൊരു ലെവലിൽ പറയുകയാണ്. നമ്മൾ എന്താ പറയേണ്ടത്, ഈ ലെജൻസിൻ്റെ കൂടെ ഞാനും ഒരു കമ്പോസർ എന്ന് പറയുന്നതിൽ തന്നെ എനിക്കൊരു ചമ്മലുണ്ട്, ഉള്ള സത്യം പറയാമല്ലോ. അപ്പോൾ എന്നാലും അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഞാനും. അപ്പോൾ അത് ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാറില്ല. കൂടുതൽ കേൾക്കുന്ന നമ്മുടെ
ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് തന്നെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരത്തേട്ടൻ ലെജൻഡ് എന്നും പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞു പിന്നെ പിന്നെ ശരത്തേട്ടൻ പറഞ്ഞതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പോസേഴ്സിന് ഒരിക്കലും തൃപ്തിയാവില്ല. നമ്മൾ ഈവൻ ഇത് കംപ്ലീറ്റ് മിക്സ് കഴിഞ്ഞ് DTS തിയേറ്ററിൽ നിന്ന് നമുക്ക് തോന്നും ഓക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് പാട്ട് റിലീസായിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോഴും നമുക്ക് തോന്നും ഷേ ഈ കോഡിന് പകരം മറ്റേ കോഡ് പിടിക്കായിരുന്നു. അതുകൊണ്ട് അത് ആ ജേണി എന്ന് പറയുന്നത് എൻലെസ് ആണ്. അങ്ങനെയാണ് ആ പ്രോസസ്സ്. എനിക്ക് ചിരി വന്നു ഷാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. ഷാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. തിയേറ്ററിൽ നമുക്ക് എനിക്കൊക്കെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ അത് തൃപ്തി വരാത്തത് ഷാൻ്റെ പല കാര്യങ്ങളിലും. ഐ ലവ് യു മാൻ. അത് അല്ല ഇവിടെ ഒരു ബുക്കിരിപ്പുണ്ട് മഞ്ചരി. ആ ഓർമ്മകളിലേക്ക് ഞാനിപ്പോ വരും. അതവിടെ ഇങ്ങനെ ഒരു ലോഡ് ഓർമ്മകൾ ഉണ്ടാവും. ഓർത്തോണ്ടിരിക്ക, ചാരി ഇരുന്ന് ഓർത്തോണ്ടിരിക്ക. എനിക്ക് ഉറപ്പാണ്. സൂപ്പർ സ്റ്റാർ.